2025 സെക്രട്ടേറിയറ്റ് OA പരീക്ഷ വരെയുള്ള പേപ്പറുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഇമ്പോർട്ടന്റ് ആക്ട് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, വിവരാവകാശ നിയമം 2005. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ ക്ലാസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ ഇന്ന് 4ാമത്തെ ക്ലാസ്സിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന്റെ ഒരു ഭാഗം പരിചയപ്പെടുത്തുകയുണ്ടായി. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് 2 ക്ലാസ്സുകൾ പരിചയപ്പെടുത്തി. ഈ ക്ലാസ്സുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളെല്ലാം തന്നെ കാണുവാനും ആ ക്ലാസ്സുകളിലൂടെ ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനും സാധിക്കുന്നതാണ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ബന്ധപ്പെട്ട ഒന്നാമത്തെ ക്ലാസ് ആണ്. കുറച്ച് ചോദ്യോത്തര രൂപത്തിലും ആ ചോദ്യത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചുമായിരിക്കും നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് പോവുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒന്ന് നേരവണ്ണം കേട്ടിരുന്നാൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായാനുള്ള അവസരമൊരുക്കിയത് ഏത് നിയമമാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. കൃത്യമായിട്ട് ചോദ്യം നമ്മൾ വായിച്ചു നോക്കുക. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായാനുള്ള അവസരമൊരുക്കിയത് ഏത് നിയമമാണ് എന്നാണ് നമ്മുടെ ചോദ്യം. 4 ഓപ്ഷനുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? വിവരാവകാശ നിയമമാണ്. അപ്പൊ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. വിവരാവകാശ നിയമം 2005 ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായാനുള്ള അവസരം ഒരുക്കി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ പ്രത്യേകം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മളിനി അങ്ങോട്ട് പഠിക്കും. ഏതൊരു സർക്കാർ സ്ഥാപനം എന്ന് നമ്മൾ എടുത്തു പറയുമ്പോഴും ചില സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് ഈ നിയമം എന്ത് ചെയ്തിട്ടുണ്ട്? വിലക്കിയിട്ടുമുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ലഭിക്കത്തില്ല. അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, രഹസ്യാന്വേഷണ സ്വഭാവമുള്ള സ്ഥാപനങ്ങളിലുള്ള വിവരങ്ങൾ നമുക്ക് ഈ പറയുന്ന വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ ലഭിക്കത്തില്ല. എന്നാൽ അവിടെ തന്നെ നമ്മൾ എടുത്തു പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കും. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ അനുമതിയോടുകൂടി ആ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും എന്നതും കൂടെ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യം തുടക്കത്തിൽ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ച ചോദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പഠിക്കാം. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായാനുള്ള അവസരം ഒരുക്കിയത് ഏത് നിയമമാണ്? 2005 വിവരാവകാശ നിയമമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായാം. ഇതിനുള്ള അവസരം ഒരുക്കിയത് 2005 വിവരാവകാശ നിയമമാണ്. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം എന്ത് ചെയ്യുന്നു? ലക്ഷ്യമിടുന്നു. അപ്പൊ വിവരാവകാശ നിയമത്തിന്റെ ഫലം എന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോയിന്റുകൾ ഓർത്തിരിക്കാം. അഴിമതി നിയന്ത്രിക്കുന്നു, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നു, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നു. ഇതിനൊക്കെ എന്താണ് ഈ നിയമം സഹായിക്കുന്നു? കാരണം അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും ലഭിക്കുന്നതിലൂടെ നമുക്ക് ഈ പറയുന്ന സ്ഥാപനങ്ങൾക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതുവഴി ഈ പറയുന്ന സർക്കാർ സ്ഥാപനങ്ങളായിക്കോട്ടെ, സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളായിക്കോട്ടെ, അവിടുത്തെ അഴിമതി നിയന്ത്രിക്കാൻ സാധിക്കുന്നു, അവിടുത്തെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുവാനും ഇത് സാധിക്കുന്നു ഈ നിയമത്തിലൂടെ എന്ന കാര്യം ഓർത്തിരിക്കുക. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാണാപ്പടം പഠിക്കേണ്ട ഒന്നും തന്നെ ഈ നിയമത്തിലില്ല. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം നോക്കാം. കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു. അപ്പൊ ഈ ഒരു നിയമം വന്നതിലൂടെ RTA ആക്ട് 2005 നിലവിൽ വന്നതോടുകൂടി നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയതോടുകൂടി നമുക്ക് എന്താണ് പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം നമുക്ക് ലഭ്യമാക്കാനൊക്കെ ഈ ഒരു നിയമത്തിലൂടെ സാധ്യമായി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ PSCയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് വിവരാവകാശപരമായിട്ട് അറിയണമെങ്കിൽ, ഇപ്പൊ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിവരാവകാശ അപേക്ഷ കൊടുക്കാം. അതിലൂടെ നമുക്കത് അറിയാനുള്ള ഒരു അവകാശം ഇന്ന് നമുക്കുണ്ട് ഈ ഒരു നിയമം നിലവിൽ വന്നതോടുകൂടി.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഓപ്ഷൻ എയിൽ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക, ഓപ്ഷൻ ബിയിൽ സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക, ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്നത് പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുക, അടുത്തത് സ്വകാര്യ സ്ഥാപനങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കുക. അപ്പൊ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഈ പറയുന്ന ചോദ്യത്തില് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ഇതിൽ ഉൾപ്പെടുന്നില്ല. സ്വകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരാവകാശം നമുക്ക് തേടാൻ പറ്റത്തില്ല. സ്വകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവരാവകാശം നമുക്ക് തേടാൻ പറ്റത്തില്ല എന്ന പോയിന്റ് ഓർക്കുക. എല്ലാം സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല, ഇതിന്റെ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. സ്വകാര്യ സ്ഥാപനങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കുക എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? നമ്മളിപ്പോൾ പറഞ്ഞു. പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുക, അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക, സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക, ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക. ഇതെല്ലാം എന്താണ്? RTA ആക്ട് 2005 പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇന്ന ഒരു നിയമം പാർലമെന്റിലൂടെ പാസ്സാക്കപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണ്? ഈ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ലക്ഷ്യമിടുന്നത് എന്താണ്? അതാണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് വരാം. വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്ക് ലഭിച്ച അവകാശങ്ങളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? എല്ലാ പോയിന്റുകളും കൃത്യമായി വായിക്കണം. ശരിയല്ലാത്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ ഈ പറയുന്ന ഓപ്ഷനുകൾ വായിച്ച് പോകാനായിട്ട്. ഒന്നാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് പൊതു അധികാരിയുടെ അഥവാ പൊതുസ്ഥാപനത്തിന്റെ കൈവശമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ പ്രമാണങ്ങളും രേഖകളും പരിശോധിക്കാം. കൃത്യമായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പൊതു അധികാരിയുടെ അഥവാ പൊതുസ്ഥാപനത്തിന്റെ. ഇവിടെ വേണമെങ്കിൽ PSC ഈ പൊതുസ്ഥാപനം എന്നതോടൊപ്പം തന്നെ ഒരു പൊതു അധികാരിയുടെ അഥവാ പൊതുസ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ എന്നും കൂടെ ആഡ് ചെയ്ത് വന്നാലോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് മാറും. സ്വകാര്യ സ്ഥാപനത്തിൻ്റെത് പറ്റത്തില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒരു പൊതു അധികാരിയുടെ അഥവാ പൊതു സ്ഥാപനത്തിന്റെ കൈവശമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ പ്രമാണങ്ങളും രേഖകളും എന്ത് ചെയ്യാം? പരിശോധിക്കാം. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഉത്തരത്തിലേക്ക് പറ്റത്തില്ല. കാരണം നമ്മുടെ ഉത്തരത്തിൽ വരേണ്ടത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ഉത്തരത്തിൽ വരേണ്ടത്. അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുക. അതായത് ഈ പറയുന്ന വിവരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുവാനുള്ള അവകാശവും നമുക്ക് എന്ത് തരുന്നുണ്ട്? ഈ നിയമം തരുന്നുണ്ട്. അപ്പൊ അതും എന്താണ്? വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായതാണ്. അതും നമ്മുടെ ഉത്തരത്തിൽ വരത്തില്ല. കുറിപ്പെടുക്കുക, തൊട്ടു മുമ്പ് പറഞ്ഞ അതും വരത്തില്ല. സർക്കാർ സ്ഥാപനങ്ങളിൽ സ്വന്തമായി നിയമനം നടത്തുക, അത് ഈ നിയമവുമായി ബന്ധപ്പെട്ടതല്ല, അത് പറ്റത്തില്ല. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഇവിടെ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്വന്തമായി നിയമനം നടത്തുക എന്നതാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതെന്താണ്? നമ്മുടെ ഉത്തരമായിട്ട് ഇവിടെ വരേണ്ട കാര്യമാണ്. അപ്പൊ വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്ക് ലഭിച്ച അവകാശങ്ങളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഒരു പൊതു അധികാരിയുടെ അഥവാ പൊതുസ്ഥാപനത്തിന്റെ കൈവശമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ പ്രമാണങ്ങളും രേഖകളും പരിശോധിക്കുക, അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുക, കുറിപ്പെടുക്കുക, കമ്പ്യൂട്ടറിലോ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളിലോ ശേഖരിച്ചു വെച്ചിട്ടുള്ള വിവരങ്ങൾ, പ്രിന്റ് ഔട്ടുകൾ, ഫ്ലോപ്പികൾ, ഡിസ്കുകൾ, ടേപ്പുകൾ, വീഡിയോ കാസറ്റുകൾ എന്നിവ പകർത്തിയെടുക്കുക. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? പരിശോധിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. ഇതെല്ലാമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു നിയമം വന്നതിലൂടെ നമ്മുടെ രാജ്യത്ത് ഓരോ പൗരനും ലഭിച്ചിരിക്കുന്നത് ഈ പറയുന്ന അവകാശങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നിലവിൽ വന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്. സ്വീഡൻ ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ VP സിംഗ് ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 1990 കാലഘട്ടത്തിൽ അദ്ദേഹം ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പിന്നീട് നടപ്പിലാക്കപ്പെടുന്ന 2005 വരെയാണ് കാത്തിരിക്കേണ്ടി വന്നു. അതായത് നമ്മുടെ ഈ നിയമം പാസ്സാക്കാനായിട്ട്. ഇനി അടുത്തായിട്ട് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടന ഏതാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന, അല്ലെങ്കിൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് MKSS എന്ന ചുരുക്ക നാമത്തിലും തരാറുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇത് സ്ഥാപിച്ചത് രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. ഇത് സ്ഥാപിച്ചത് അരുണ റോയ് ആണ്. ഒരു പരീക്ഷയ്ക്ക് ഇതിന് കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളായിട്ട് നിഖിൽ ഡേ അതുപോലെ തന്നെ ശങ്കർ സിംഗ് ഈ പേരുകളും ചോദിച്ചിട്ടുണ്ട്. മസ്ദൂർ കിസാൻ ശക്തി സംഘടനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരെന്ന് പറഞ്ഞിട്ട് അവിടെ നിഖിൽ ഡേ, ശങ്കർ സിംഗ് അതുപോലെ അരുണ റോയ് എന്നിങ്ങനെ ഓപ്ഷനുകൾ വന്നിട്ട് നാലാമത്തെ ഓപ്ഷനിൽ മേൽപ്പറഞ്ഞവരെല്ലാം എന്ന തരത്തിൽ ഉള്ള ചോദ്യവും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പേരുകളെല്ലാം പഠിക്കുക. പൊതുവെ PSC മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം അരുണ റോയ്.
എന്നാൽ അതിനോടൊപ്പം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച മറ്റ് രണ്ട് പേരുകൾ ഓർക്കുക, നിഖിൽ ദേയും മറ്റൊന്ന് ശങ്കർ സിംഗ്. ഇത്രയും പേരുകൾ ഓർത്തിരിക്കുക. ഒപ്പം രാജസ്ഥാൻ ബേസ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടുന്നു ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? പണ്ടൊക്കെ PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. അത് ഉത്തരമായിട്ട് വരുന്നത് RTI ആക്ട് 2005 ആണ്. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഏതാണ്? വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി, ഇതിനു മുമ്പ് ഈ പറയുന്ന നിയമത്തിന് മുൻഗാമി എന്നറിയപ്പെടുന്നത് വിവര സ്വാതന്ത്ര്യ നിയമം 2002 ആണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 എന്ന് പറയും. അപ്പൊ ഇത് ഓർത്തിരിക്കുക, 2002 ആണ്. ഈ അടുത്ത ചോദ്യം, വിവരാവകാശ ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചതെന്നാണ്. ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അന്ന് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം സാറാണ് ഇതിൽ ഒപ്പുവെക്കുന്നത്. അപ്പോൾ ഈ ഒരു ബില്ലില് അദ്ദേഹം ഒപ്പുവെച്ചത് എന്താണെന്ന് വെച്ചാൽ 2005 ജൂൺ 15-നാണ്. 2005 ജൂൺ മാസം 15-ാം തീയതിയാണ്. അപ്പൊ 2005 ജൂൺ 15-ാം തീയതിയാണ് ലോകസഭ പാസാക്കി, രാജ്യസഭ പാസാക്കി. അതിനുശേഷം ഇത് പ്രസിഡന്റ് അടുത്തെത്തിയപ്പോൾ പ്രസിഡന്റ് അതിൽ ഒപ്പുവെച്ചത് 2005 ജൂൺ 15-ാം തീയതിയാണ്. അപ്പൊ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് VS റിപ്പീറ്റ് ചെയ്ത ഒരു ചോദ്യമാണ്, വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ്. 2005 ഒക്ടോബർ 12. അപ്പോൾ നമ്മുടെ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാം സാർ ഇതിൽ ഒപ്പുവെച്ചത് 2005 ജൂൺ 15-നാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അവിടെ മൻമോഹൻ സിംഗ് എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ആരാണ്? മൻമോഹൻ സിംഗ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. മൻമോഹൻ സിംഗ് ആണ് ഈ സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. രാഷ്ട്രപതി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ APJ അബ്ദുൽ കലാം സാറാണ്. അപ്പൊ 2005 ഒക്ടോബർ 12-നാണ് ഈ നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നത്. PSC മോസ്റ്റ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു വർഷമാണ് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 ഓർത്തിരിക്കുക. അപ്പൊ 2005 RTI ആക്ട് 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് നിലവിൽ വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ കുറച്ച് തീയതികൾ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 തീയതികളാണ് നമ്മൾ പറഞ്ഞത്, ജൂൺ 15-ഉം അതേപോലെ തന്നെ ഒക്ടോബർ 12-ഉം. വിവരാവകാശ ബില്ല് ലോകസഭ പാസാക്കിയത് മെയ് 11-നാണ്. രാജ്യസഭ പാസാക്കിയത് മെയ് 12-ാം തീയതിയാണ്. പ്രസിഡന്റായ APJ അബ്ദുൽ കലാം സാർ അതിൽ ഒപ്പുവെക്കുന്നത്, ഈ ബില്ലിൽ ഒപ്പുവെക്കുന്നത് 2005 ജൂൺ 15-നാണ്. നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ 2 തീയതികൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കാരണം ഇന്ന് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ ഇട്ട് തരാം. എങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട അവിടെ ഒക്ടോബർ 12-ആണ്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. പിന്നെ വരുന്നത് ജൂൺ 15 ഓർത്തിരിക്കുക. പിന്നെ മെയ് 11-ഉം മെയ് 12-ഉം ഓർത്തിരിക്കുക. ഇത് നമ്മുടെ അടുത്ത ഇതിലേക്ക് വരാം. വിവരാവകാശ നിയമം നടപ്പാക്കുന്ന 55-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇത് PSC രേഖകൾ പറയുന്നതാണ്. ഇതിനു മുമ്പ് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് അവിടെ ഉത്തരം നൽകിയതാണ്. പക്ഷെ വെബ്സൈറ്റ് ഒക്കെ നോക്കുമ്പോൾ 57 എന്ന് കാണുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ശരി. അപ്പൊ ഇവരുടെ വെബ്സൈറ്റിൽ 57 എന്ന് കൊടുക്കുന്നുണ്ട്. 55-ആണ് PSC നൽകിയ ഉത്തരം. അപ്പൊ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അതിന്റെ ഉത്തരം രേഖപ്പെടുത്താം. ശരിക്കും 55 തന്നെയാണ് ശരിയായിട്ട് വരേണ്ടത്. ഇനി വിവരാവകാശ നിയമത്തിന് എത്ര ഷെഡ്യൂൾ ഉണ്ടെന്ന കാര്യമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. 2 ഷെഡ്യൂളാണുള്ളത്. പട്ടിക എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 2 പട്ടികയാണ്. അതായത് വിവരാവകാശ നിയമത്തിന്റെ ആ ഒരു ഘടനയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ല, നമ്മുടെ കൈവശം ഒരു നിയമ പുസ്തകമുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005-ന്റെ നിയമ പുസ്തകമുണ്ട്. നമ്മളിപ്പോ ഭരണഘടനയൊക്കെ പഠിക്കുമ്പോൾ 12 ഷെഡ്യൂൾ എന്നും അതുപോലെ തന്നെ 395 ആർട്ടിക്കിൾസ് എന്നൊക്കെ നമ്മൾ പഠിക്കും പണ്ട് നിലവിൽ വരുന്ന സമയത്ത്. അതേപോലെ തന്നെ 25 പാർട്സ്, ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിക്കും. അതേപോലെ നമ്മുടെ വിവരാവകാശ നിയമത്തിൽ എത്ര ഷെഡ്യൂൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 2 ഷെഡ്യൂൾ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? 2 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി വിവരാവകാശ നിയമത്തിന് എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാലോ 6 ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. വിവരാവകാശ നിയമത്തിന് എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ 6 ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ എത്ര ഷെഡ്യൂൾ ഉണ്ടെന്ന് ചോദിച്ചാലോ 2 ആണ്. എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാലോ 6 ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് അതിൽ എത്ര സെക്ഷനുകളുണ്ട് എന്ന് ചോദിച്ചാലോ 31 ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി 31 ആണ്. പഠിച്ചു വെക്കുക. വിവരാവകാശ നിയമത്തിൽ എത്ര ഷെഡ്യൂൾ ഉണ്ട്, എത്ര പട്ടികയുണ്ട്, എത്ര ചാപ്റ്റർ ഉണ്ട്, എത്ര സെക്ഷൻ ഉണ്ട്. വിവരാവകാശ നിയമത്തിൽ എത്ര ഷെഡ്യൂൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 2. എത്ര ചാപ്റ്റർ ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം 6. എത്ര വകുപ്പുകൾ അല്ലെങ്കിൽ സെക്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 31 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എത്രയാണ്? 31 ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം. 2005 വിവരാവകാശ നിയമം ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം ഏത്? പ്രത്യേകം എടുത്തു പറയുന്നു 2005 രാജസ്ഥാനിലാണ് ഇത് ആദ്യമായിട്ട് നിലവിൽ വന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അത് നമ്മുടെ തമിഴ്നാടാണെന്ന കാര്യം ഓർത്തിരിക്കുക. തമിഴ്നാടാണ് തദ്ദേശീയമായിട്ട്, അതായത് ഈ ഒരു ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പേ
തദ്ദേശീയമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഈ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഈ പറയുന്ന വിവരാവകാശ നിയമം തദ്ദേശീയമായിട്ട് പാസ്സാക്കിയത് തമിഴ്നാടാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ 1997 ആ ഒരു കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്, പാസ്സാക്കുന്നുണ്ട്. ഇതാ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പാർലമെന്റ് വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് തദ്ദേശീയമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഗോവയാണ് തദ്ദേശീയമായ വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യൻ സംസ്ഥാനം രണ്ടാമതായിട്ട് അതേ വർഷം തന്നെയാണ്. പണ്ടൊക്കെ PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുണ്ട്, പക്ഷേ ഈ അടുത്തൊന്നും അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അതൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. എന്നാൽ നമ്മുടെ നിയമം ഉണ്ടല്ലോ, നമ്മുടെ നിയമം RTA ആക്ട് 2005, അതായത് നമ്മുടെ പാർലമെന്റ് വഴി പാസ്സാക്കി വന്ന നമ്മുടെ നിയമം, അത് നിലവിൽ വന്ന എന്നാന്ന് പഠിച്ചില്ലേ, 2005 ഒക്ടോബർ 12. ആ നിയമം ആദ്യമായിട്ട് വരുന്ന എവിടെയാണ്, നമ്മുടെ രാജസ്ഥാനിൽ. അതായത് ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് അതിങ്ങനെ പാസ്സാക്കി വരണ്ടേ, അവിടെ നടപ്പിലാക്കി വരണം. അങ്ങനെ ആദ്യമായിട്ട് അത് നടപ്പിലാക്കി വന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ രാജസ്ഥാനിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതിപ്പോൾ നമ്മൾ ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ വന്നല്ലേ, യൂണിഫോം സിവിൽ കോഡ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെയാണ്, ആ ഒരു നിയമം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെ, നമ്മൾ ഉത്തരാഖണ്ഡ് എന്ന ഉത്തരം നമ്മൾ സെക്രട്ടേറിയറ്റ് വഴിക്ക് കൊടുത്തു. അപ്പോൾ ആ ഒരു രീതിയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഗോവ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിയമം വന്നത് ഇപ്പോഴാണ്. ആ നിയമം വന്ന ശേഷം നടപ്പിലാക്കിയ ആദ്യം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഉത്തരാഖണ്ഡാണ്. അപ്പൊ ഇവിടെ ആ ഒരു രീതിയിലാണ് രാജസ്ഥാൻ നമ്മുടെ ഉത്തരമായിട്ട് പരിഗണിക്കേണ്ടത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ അപേക്ഷ നൽകിയത് ആരാണ്, പണ്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഷാഹിദ് റാസ ബർനെ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഷാഹിദ് റാസ ബർനെ, അദ്ദേഹം പൂനെ പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഓഫീസും വിവരാവകാശ നിയമപരിധിയിൽ വരും എന്ന വിധി പ്രഖ്യാപിച്ച കേസ് ഏതാ? അപ്പൊ ഒരു പരീക്ഷയുമാണെങ്കിൽ ചോദിക്കാം, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഓഫീസും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നൽകിയ ശരിയാണ്. കാരണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു വിധി വന്നിരിക്കുകയാണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഓഫീസും വിവരാവകാശ നിയമ പരിധിയിൽ വരും. അങ്ങനെ ഒരു വിധി വന്നിരിക്കുന്ന കേസ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചത്. സുഭാഷ് ചന്ദ്ര അഗർവാൾ വാസ് സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ C ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു കേസിന്റെ വിധി പറഞ്ഞ ബെഞ്ചിന്റെ തലപ്പത്ത്, അതായത് ആ ബെഞ്ചിന്റെ തലപ്പത്തുണ്ടായിരുന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയി ആണ്. ആ സമയത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയി ആണ്. ഈ പറഞ്ഞ പോയിന്റും കൂടെ ഓർത്തിരിക്കുക, ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ നമ്മുടെ ഹൈക്കോടതിയുടെ ബെഞ്ച് തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചോദ്യം സെക്രട്ടേറിയറ്റ് വഴിക്ക് വന്നിരുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ നാളെ ഒരു പരീക്ഷയ്ക്ക് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയേത് തെറ്റേതെന്ന് വെച്ചിട്ട് നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ആ ഒരു ഓഫീസും ഈ പറയുന്ന വിവരാവകാശത്തിന്റെ പരിധിയിൽ വരും എന്നൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയാൽ ഇപ്പോൾ അതെന്താണ് ശരിയാണ്, കാരണം ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, വിവരാവകാശ നിയമം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൻമോഹൻ സിംഗ് ആണ്. നമ്മുടെ മൻമോഹൻ സിംഗ് ആണ്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്, നമ്മുടെ സ്വന്തം APJ അബ്ദുൽ കലാം സാറാണ്. ഇനി അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം ടെലിഫോണിൽ അപേക്ഷ സമർപ്പിക്കാൻ അനുമതി നൽകിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ B ആണ് ഉത്തരം. ഇനി വിവരം നൽകാൻ വീഴ്ച വരുത്തിയ ഓഫീസർക്ക് എതിരെ അറസ്റ്റ് പുറപ്പെടുവിച്ച സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശാണ്. ഓപ്ഷൻ B ആണ് ഉത്തരം. നിയമത്തിന്റെ അധികാര പരിധി, നമ്മുടെ ഈ ഒരു നിയമം നിലവിൽ വന്ന സമയത്ത് നമ്മുടെ ജമ്മു കാശ്മീർ ഇതിന്റെ കീഴിൽ വരുന്നില്ലായിരുന്നു, നമുക്കറിയാം. അത് പിന്നീട് അതിന്റെ ആർട്ടിക്കിളൊക്കെ എടുത്തു കളയുന്നു, പ്രത്യേക ഒരു ഇത് കൊടുക്കുന്ന ആർട്ടിക്കിളൊക്കെ എടുത്തു കളയുന്നു. അതിനുശേഷം ഇന്ന് നമ്മുടെ രാജ്യം മൊത്തം എന്താണ്, ഈ നിയമം ബാധകമാണ്. നമ്മൾ അത്രയും ഉറപ്പിച്ചാൽ മതി. ഇന്ന് എന്താണ്, ഇന്ത്യ മൊത്തം ഈ നിയമം ബാധകമാണ്. നമ്മുടെ രാജ്യം മൊത്തം എന്താണ്, ഈ നിയമം ബാധകമാണ്. നമ്മുടെ രാജ്യത്തുള്ള ഓരോ പൗരനും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിക്കാം. അതുപോലെ ഈ നിയമത്തിൽ പറയുന്ന രീതിയിൽ നമുക്ക് മറുപടിയൊക്കെ ലഭിക്കേണ്ടതാണ്. അപ്പൊ നമ്മളെ ഈ രാജ്യം മൊത്തം ഇന്ന് എന്താണ്, ഈ നിയമത്തിന്റെ കീഴിൽ വരുന്നതാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിലായിരിക്കും ഓരോ ടോപ്പിക്കുകളും നമ്മൾ പറഞ്ഞു പോകുന്നത്. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്ന ക്ലാസ് ഞാൻ പഠിച്ച രീതിയിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം ഈ ക്ലാസ്സും അതുപോലെ തന്നെയാണ് എത്തിക്കുന്നത്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നു. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ടോപ്പിക്ക്, അല്ലാതെ സിലബസ് മൊത്തം ഇങ്ങോട്ട് പഠിപ്പിക്കുക ആ ഒരു രീതിയിലല്ല പോകുന്നത്. കാരണം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും, PSC ചോദിക്കുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖല നമ്മൾ ആദ്യം പഠിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തം പഠിക്കുകയും വേണം ഇതിനോടൊപ്പം തന്നെ. കാരണം ഇത് മാത്രം കൊണ്ട് ഒരിക്കലും അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും നടക്കില്ല. കാരണം എന്താണ്, നമ്മൾ നമ്മുടെ രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷയൊക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. അത്രത്തോളം കോമ്പറ്റീഷനുള്ള ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ കൺഫർമേഷൻ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാകും. അത് നിങ്ങൾ
നല്ല രീതി കൺഫർമേഷൻ കൊടുക്കുക, എങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതായത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലെ ഏറ്റവും ഒന്നാമത്തെ ഘട്ടം അപ്ലൈ ചെയ്യുക എന്നതാണ്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടം എന്താണ്? കൺഫർമേഷൻ കൊടുക്കുക എന്നതാണ്. അത് കൊടുക്കുക. കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. അത്ര തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ അടുത്ത ക്ലാസ് കാണുമായിരിക്കും. നന്ദി, നമസ്കാരം.